നിലപാടുകൾ എല്ലാ കാര്യത്തിലും ഒരേപോലെ ആയില്ല എങ്കിൽ അവിടെ ചോദ്യങ്ങൾ വരും. ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട, മനുഷ്യരുടെ വോട്ട് മതി എന്ന് പ്രഖ്യാപിച്ചാൽ ഏത് സമയത്തും എപ്പോൾ ചോദിച്ചാലും അത് അങ്ങനെ തന്നെ ആകണം എന്ന ഒന്നാമത്തെ വിഷയം. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന ആഗോള മുസ്ലിം സംഘടനകളുടെ നേതാക്കളെ അതല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളെ പ്രദർശിപ്പിച്ചു എന്ന്. ശരിയാണ്. ഇപ്പോൾ സോളിഡാരിറ്റിയുടെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടന്ന പ്രകടനത്തിൽ ഇഹ്യാ സിൻവറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചതിനെ പരാമർശിച്ചായിരിക്കുമല്ലോ ആ വിമർശനം. നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ 2004 തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്ററായി അന്നത്തെ ഹമാസിന്റെ കൊല്ലപ്പെട്ട അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പടം ഉണ്ടായിരുന്നു. അബ്ദുൽ അസീസ് റണ്ടീസിയുടെയും ഷെയ്ഖ് മുഹമ്മദ് യാസിന്റെയും വലിയ പടങ്ങൾ വെച്ച് 2004 നിങ്ങൾ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ആഗോള ഹമാസിന്റെ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളുടെ പടം നിങ്ങൾ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലേ? ഇവിടെ UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് നൗഷാദ് അലി. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇതൊന്നും അത്ര സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇതൊരു ഇക്കിളി പൈങ്കിളി പരമായിട്ടൊരു കാര്യമാണ്, ഇതൊരു ലുട്ടാപ്പി രാഷ്ട്രീയമാണ്, നമ്മൾ ഇതൊന്നല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്ന രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞങ്ങൾ ഇത് തന്നെ ഇവിടെ ചർച്ച ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പണ്ട് PDP-യുമായി ചേർന്നിട്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ PDP-യുടെ പിന്തുണയില്ലേ എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു വാദമായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന് ഏതോ ഒരു ഹിന്ദു മഹാസഭയുടെ പിന്തുണയുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഞങ്ങളെല്ലാം കണക്കാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ RSSനെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ഉപമിക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മുസ്ലിം ബ്രദർഹുഡുമായി RSSനെ ഉപമിച്ച ഒരാൾ ആ മുസ്ലിം ബ്രദർഹുഡിനെ അംഗീകരിക്കുന്ന ഒരു സംഘടനയുമായി നേരിട്ട് അങ്ങനെ ഒളിഞ്ഞും അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന അർത്ഥത്തിലല്ല, ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നു, അവരിപ്പോൾ പഴയ നിലപാടല്ല, അവരുടെ വോട്ട് ഞങ്ങൾക്ക് ഹറാമല്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ PDP-യുടെ വോട്ട് വാങ്ങുന്നില്ലേ എന്ന് പറയുന്നു. ഞങ്ങൾ PDP-യുടെ വോട്ട് വാങ്ങുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. PDP ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ PDP-യുടെ പിന്തുണ വേണ്ട എന്നും ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? PDP പഴയ നിലപാട് ഉപേക്ഷിച്ച് തീവ്രവാദ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കുറേ കാലമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സംഘടന നിങ്ങൾ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോയിക്കോ, നിങ്ങളുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന സമീപനം ഞങ്ങൾക്കില്ല. എന്നാൽ അതും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നാണ് എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് സംശയം ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. SYS സംശയം പ്രകടിപ്പിച്ചല്ലോ. SYSന്റെ അവരിറക്കിയ പോസ്റ്ററിൽ എന്താ പറയുന്നത്? ഹക്കിമിയത്ത് എന്ന മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചോ എന്ന് ആരാ ചോദിക്കുന്നത്? CPM-ന്റെ സെക്രട്ടറി അല്ല ചോദിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വിഭാഗമായിട്ടുള്ള സുന്നി സംഘടനയുടെ യുവജന വിഭാഗമാണ് ചോദിക്കുന്നത്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ? ആ ചോദ്യത്തിന് എന്തേ VD സതീശൻ മറുപടി പറയാത്തത്? ആ ചോദ്യം ഇവിടെ മുഴങ്ങുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും ചോദിച്ചല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ വെള്ളപൂശേണ്ട കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ വെള്ളപൂശാൻ മാത്രം വിശുദ്ധരുടെ പ്രസ്ഥാനമായി മാറിയോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് കോൺഗ്രസിലെ തന്നെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്ന്, അല്ലെങ്കിൽ പഴയ ആര്യാടൻ ഷൗക്കത്തിന്റെ ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് കോൺഗ്രസിലെ നേതാവായിട്ട് നൗഷാദ് അലി ആലോചിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് നേരത്തെ ആര്യാടൻ മുൻനിർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അണിനിരന്ന കുറച്ച് ആളുകൾ ആ മണ്ഡലത്തിലുണ്ട്. നമ്മുടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നേരത്തെ ഇവർ പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് അത്തരം നിലപാടെല്ലാം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായും കേരളത്തിൽ ഇത് ചർച്ച ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി ആഗോള ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അത് ഇന്നും പറയും, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, നാളെയും പറയും. അവരുടെ ഇന്നും ഒരു പിന്തുണയും വോട്ടും അവരുമായിട്ടൊരു കൂട്ടുകെട്ടും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുന്ന പ്രശ്നവുമില്ല. PDP ആ ഗണത്തിൽ ഞങ്ങൾ ഇപ്പോൾ കൂട്ടിയിട്ടില്ല. PDP നേരത്തെ തീവ്രവാദ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു. ആ തീവ്രവാദ സ്വഭാവം അവർ തിരുത്തി മുന്നോട്ട് വന്നപ്പോൾ അവരുടെ പിന്തുണ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ആ കാര്യത്തിലുള്ളൂ. പിന്നെ ഗോപാലകൃഷ്ണൻ എന്തോ വർഗീയതയെ കുറിച്ചൊക്കെ അങ്ങ് പറയുകയാണ്. ഗോപാലകൃഷ്ണൻ RSSന്റെ ഭാഗമായിട്ടുള്ള ആളാണല്ലോ. RSS ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള വർഗീയതയും കലാപത്തിനെയും സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. അവിടെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ക്ലാസ് എടുക്കാനായിട്ടില്ല. കാശ്മീരിൽ ആരുമായി കൂട്ടിയേർന്ന ഇവർ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? അതിനു മുന്നേ ആ കൂട്ടിയേർന്ന കക്ഷികളുമായിട്ടുള്ള ഇവരുടെ ബന്ധം എന്തായിരുന്നു? ഇവരുടെ നിലപാടെന്തായിരുന്നു? അപ്പൊ അധികാരത്തിന് വേണ്ടിയിട്ട് ആരുമായും കൂട്ടുചേർന്നതിന്റെ പാരമ്പര്യവും ചരിത്രവും എല്ലാം BJPക്ക് നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ വിശുദ്ധരാണ്, കേരളത്തിലെ ആളുകളെല്ലാം പൊട്ടന്മാരാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. BJPയും ഈ കാര്യത്തിൽ UDFനേക്കാൾ അബദ്ധമായ നിലപാടുകൾ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട്
ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടിന്റെ കൂടെയായിരിക്കും ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ. ഞങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ആരായിരുന്നു അവിടെ ആദ്യം പ്രകടനം വിളിച്ചത്? SDPI ആണ്. SDPIയുടെ പ്രകടനമാണ് കോൺഗ്രസിന്റെ പ്രകടനത്തെക്കാൾ നേരത്തെ അവിടെ ഉണ്ടായത്. SDPI ഏതിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാലോ. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട സംഘടനയാണല്ലോ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളെല്ലാം ചേക്കേറിയിട്ടൊരു ഇടമാണല്ലോ SDPI. ആ SDPI ആയിട്ട് കൂട്ടുകൂടാൻ ഇവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ലല്ലോ. ആ SDPIയുടെ വോട്ട് വാങ്ങുമോ എന്ന് നേരിട്ട് മൈക്കിങ്ങനെ വായിൽ കുത്തി ചോദിച്ചപ്പോ വേണ്ട എന്നോ വേണോ എന്നോ പറയാതെ തടിതപ്പിയിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടതല്ലേ. ഇതെല്ലാം നമുക്ക് ഈ സമീപകാലത്തുള്ള അനുഭവമാണല്ലോ. അതുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് പരാതരം കൂട്ടുകൂടുന്നത് കോൺഗ്രസാണ്. PDP പീഡിത ജനവിഭാഗമാണ് എന്നുള്ള നിങ്ങളുടെ നറേറ്റീവ് അപ്പൊ അവർ ചേഞ്ച് ചെയ്തു. ഹിന്ദു മഹാസഭ ചേഞ്ച് ചെയ്തോ? ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ കക്ഷി വന്നിട്ട് LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്നിട്ട് പിന്തുണ ഞങ്ങൾ തരാമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞോ? നിങ്ങൾ പോട്ടെ, അവരോട് ചോദിക്കാണല്ലോ, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞോ? SDPയുടെ വേണ്ടാന്ന് പറഞ്ഞോ? ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഹിന്ദു മഹാസഭയുടെ വേണോ വേണ്ടയോ? ഒരു ഹിന്ദു മഹാസഭയുടെയും വോട്ട് ആവശ്യമില്ല. ഒരു ഹിന്ദു മഹാസഭയും ഇവിടെ ഇല്ല. അതൊക്കെ RSS ലയിച്ചിട്ട് കാലം എത്രയായി അഭിലാഷേ? അവിടെ ഏതോ വേഷം കെട്ടിയിട്ട് ആരോ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്, ഇതാണ് ഹിന്ദു മഹാസഭ. അപ്പൊ നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകർ എന്താ അതിന് പിന്നാലെ പോവുകയാണ്. ഒരു ഹിന്ദു മഹാസഭയുടെയും വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രശ്നമില്ല. എന്നാൽ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവും ഇച്ഛാശക്തിയും രാഷ്ട്രീയ നിലപാടും ഇന്നലെയും ഇന്നുമെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വേഷം കെട്ടി പാർട്ടി ഓഫീസിൽ പലരും വരും, പല വേഷത്തിലും ആളുകൾ വരും. ഈ പല വേഷത്തിൽ വരുന്ന ആളുകളെ തിരിച്ചറിയണ്ടേ? മാരീജൻ മാനായി വന്നാൽ തിരിച്ചറിയണ്ടേ? ഈ വേഷം കെട്ടിയ കക്ഷിയുണ്ടല്ലോ, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് CPM സംസ്ഥാന സെക്രട്ടറി, പോയിരുന്നു ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട്. അപ്പൊ ഈ ഫോട്ടോ എടുപ്പും പിന്നെ വേഷം കെട്ടി വരലോ ഒന്നും പുതിയ കാര്യമല്ല കേട്ടോ. ഇതെങ്ങനെയാണ് എല്ലാ തവണയും വേഷം കെട്ടി കറക്റ്റായിട്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ തന്നെ വരുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞു പോവില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ പലരും അവിടെ കാണാൻ വരും. ആ ആളുകളെല്ലാം അവിടെ ഗേറ്റിൽ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ ഇന്നയാളാണോ, ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊന്നും കയറില്ല. പാർട്ടി നേതാക്കളെ കണ്ടാൽ പലരും സെൽഫി എടുക്കും, പലരും ഫോട്ടോ എടുക്കും. ശരി, അതെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് ഇന്ന ആളുകളെ മാത്രമേ അങ്ങോട്ട് കയറ്റുമെന്നും പറയുന്ന കാര്യമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉത്സവമാണ്. ജനങ്ങൾ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ സ്ഥാനാർത്ഥിയുമായി സെൽഫി എടുക്കുന്നുണ്ട്. അതൊന്നും ഒരു നിയന്ത്രണത്തിന്റെയും ഭാഗമായി തടയാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ഏതെങ്കിലും മനോരോഗികൾ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇന്ന സംഘടന ആളാണ്, ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ അങ്ങ് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ല അഭിലാഷേ.